കൈയും മെയ്യും മറന്നുള്ള സേവന പ്രവർത്തനങ്ങളാണ് ഈ നാടൊന്നാകെ കാണാൻ കഴിയുന്നത്. അതിനകത്ത് രാഷ്ട്രീയമില്ല, ജാതി മത ഭേദമില്ല, എല്ലാവരും കൈകോർത്തുകൊണ്ട് വയനാടിൻ്റെ അതിജീവനം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിനായുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയൊരു ദുരന്ത മുഖത്തുകൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിക്കുകയല്ലേ? അതെ, നമ്മുടെ ഈ ദേശത്ത് വളരെ സങ്കടകരമായ എന്നാൽ വളരെ ദുരിതപൂർണമായ ഒരു സമയത്തൂടെയാണ് ഞങ്ങൾ എല്ലാവരും ഈ ദേശത്തിലുള്ള എല്ലാ ആളുകളും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അതേസമയം തന്നെ എല്ലാവരും എല്ലാം മറന്ന് ഈ പ്രതിസന്ധിയെ ഒരുമിച്ച് തരണം ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഉദ്യമത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു വ്യത്യാസമോ മനുഷ്യരെന്ന ആ ഒരു മഹനീയമായ ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യത്വമൊക്കെ തിരിച്ചറിയുകയും എല്ലാ അതിർവരമ്പുകൾക്കപ്പുറമായിട്ടുള്ള സ്നേഹവും സഹായവും സഹകരണവും ഒക്കെ നമ്മൾ നൽകുകയും ചെയ്യുന്നത്. അത് ഈ ദേശത്ത് ഇപ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ CSI ഹോളി ഇമ്മാനുവൽ ഇടവകയിലെ ഒരു വൈദികനാണ്. ഞങ്ങൾക്ക് മുണ്ടക്കയിൽ ഒരു ദേവാലയമുണ്ട്. അവിടുത്തെ അച്ഛനാണ് സ്റ്റീഫൻ അച്ഛൻ. ഞങ്ങൾ രണ്ടുപേരും ഈ ദേശത്ത് എല്ലാവരുടെയും ഇടയിൽ അവരുടെ സേവകരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായവും സഹകരണങ്ങളും എല്ലാവർക്കും നൽകാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ നിൽക്കുന്ന ആളുകളെയൊക്കെ തന്നെ പല നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. അവരുടെ ജീവൻ പോലും അപകടത്തിലാക്കിയുള്ള രക്ഷാപ്രവർത്തനം സേവാഭാരതിയുടെ ഒരു ക്യാമ്പിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ സമാനതകളില്ലാത്തൊരു പ്രവർത്തനം തന്നെയല്ലേ നടത്തുന്നത്? സേവാഭാരതി അവർ എന്നോട് ഇത് ആവശ്യപ്പെടുകയും നമ്മുടെ ഒരു ചെറിയൊരു മതിൽ ഇതിൻ്റെ ഇടയിലുണ്ട് എങ്കിൽ പോലും അപ്പുറത്ത് നമ്മുടെ സഹോദരങ്ങളുടെ സെമിട്രിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ സേവനമാണ് അവർക്ക് ഇവിടെ ഒരു സൗകര്യം, അതിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ഇവിടെ അവർക്ക് താമസിക്കാനായിട്ട്, അവർ നമ്മുടെ ദേവാലയത്തിൽ ആണ് അവർ അന്തി ഉറങ്ങുന്നത്. അവർക്ക് അവരുടെ സാധനങ്ങൾ വെക്കാനും വാഹനങ്ങൾ നിർത്താനും ഒക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് നൽകി കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. സേവന മാതൃക ഒരു വലിയ അനുകരണീയ ഒരു മാതൃക കൂടി. തീർച്ചയായും ഈ 3-4 ദിവസം കൊണ്ട് ഞാൻ വളരെ ഈ സേവാഭാരതിയെ ഞാൻ വളരെ അഭിനന്ദിക്കുകയാണ്. വളരെ ഡിസിപ്ലിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. എനിക്ക് അതിന് മുൻപ് എൻ്റെ കാഴ്ചപ്പാട് വാസ്തവത്തിൽ അതല്ലായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ വളരെ എല്ലാ സ്നേഹിതരും വളരെ ഡിസിപ്ലിൻ, ഇവിടെ ഒരു തരത്തിലുമുള്ള ഒരു അസ്വസ്ഥതകളോ ഒരു കാര്യമില്ല. അവർ വളരെ അച്ചടക്കത്തോടു കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് വളരെ അനുകരണീയമായ ഒരു മാതൃക. എന്നെ വളരെ അതിശയിപ്പിച്ച ഒരു പ്രവർത്തനമാണ്. കാരണം പലരും, എനിക്ക് തോന്നുന്ന ഓരോ ദിവസം വ്യത്യസ്തമായ ആളുകളാണ് ഇവിടെ വരികയും അവരുടെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. അവരോടൊക്കെ പരിചയപ്പെടാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ നാട്ടുകാർ പലരും ഇവിടെയുണ്ട്. അവരും എല്ലാവരും പുതിയ ആളുകൾ വന്നു ഈ സേവനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു. അത് കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. അവരോട് ചേർന്ന് നമുക്കും അവർക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനായിട്ട് സാധിച്ചതിൽ ഞങ്ങളും വളരെ സന്തോഷവാന്മാരാണ്. തുടർന്നും ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് മുന്നേറുമ്പോഴാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ വയനാടും നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് ഒരുമയോടെ ഒരു മനസ്സോടെ മുന്നോട്ട് പോവുക. അതിജീവനം എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുമയോടെ കൃത്യമായി തന്നെ മുന്നേറാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും എല്ലാവിധ സഹായഹസ്തങ്ങളുമായി ഈ നാടൊന്നാകെ ഒരുമിച്ച് മുന്നേറുകയാണ്.